പറഞ്ഞുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നൂടെ? മോളെ എനിക്കെന്തോ സൂക്കേട് വരും. ഇപ്പോഴല്ലേ ഞാൻ ഐസ്ക്രീം കഴിച്ചത്. എനിക്ക് കറണ്ട് ബില്ല് ആരാ അടിക്ക? എന്റെ വാപ്പേ? ഞാനോ? ഞാൻ അഞ്ഞി അടിക്കുന്നു എന്നോട്. ഹേ ഗായ്സ്, ഗുഡ് ഈവനിങ് ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എന്താണ് പിന്നെ ഞങ്ങൾ ഇതാക്കണ ഫുഡൊക്കെ ഉച്ചക്ക് അച്ചാറ്, പത്തിരി, അല്ല വേറെ ചെങ്ങായി ഉണ്ടായിരുന്നു. കൊറോണ ടൈമിന് ഓൻ പറഞ്ഞെന്താ അറിയോ? ഉച്ചക്ക് അട വട, അതല്ലെങ്കിൽ പിന്നെ എന്തോ സാധനങ്ങൾ, അട വട, പിന്നെന്താ പറഞ്ഞ എന്തൊക്കെ സാധനങ്ങൾ പറഞ്ഞു. അപ്പൊ ആ സാധനക്ക് ഇപ്പൊ ഓർമ്മയായി. അതാണ് ഞാനിപ്പോ ഐഷു, ഞാൻ ഐസ്ക്രീം ഒക്കെ വാങ്ങി കൊടുത്തേക്കണം. ഐഷു അതിനനുസരിച്ച് തന്നൂടെ? മമ്മ കഴിച്ച ഐഷു. ഐഷു മമ്മ കഴിച്ച് തോല് പൊളിക്കാണ്. തോല് പൊളിക്കുമ്പോ ഇങ്ങനെ തീമള്ളൊക്കെ മമ്മക്ക് തിന്നല്ലേ? മമ്മ കഴിക്കിന്. അതേതാ? ഇതൊക്കെ ആരാ ചുമരുമലൊക്കെ വരച്ചത്? ഇതൊക്കെ ആശുവിന്റെ ഡെക്കറേറ്റ് പരിപാടികളാട്ടോ അല്ലേ? ഇതൊക്കെ ആരാ വരച്ചേ? ആ, അപ്പൊ സത്യം പറയൂ. ഒക്കെ തിന്നാട്ടോ ഒക്കെ ഒരു കോൺ ഐസ്ക്രീം കൊടുത്തത് എങ്ങനെയാണ്? ഷെമി, എനിക്ക് എന്തേതാ മദ്യാനല്ലേ എനിക്ക് തിന്നിട്ട്? മധുരം തിന്നു കഴിഞ്ഞ് എന്തായിക്കുന്ന എനിക്കറിയോ? എന്നോട് പറയുന്ന ഒന്നും വിചാരിക്കരുത്. ഞാനെ പോലെ ആയിരിക്കും ഷെമിയെ. പ്രശ്നമില്ലാത്ത എന്നോട് വേണ്ട പറയാനാ. തലയിലൊന്നും തട്ടട്ടാ നന്നായിനു. തട്ടക്കുന്നാലു ഇനിയും പൊട്ടിക്കണോ? ആയിഷു അങ്ങനെ കഴിക്കല്ലോ കേട്ടോ, അത് നല്ലതല്ല കേട്ടോ അങ്ങനെ ഓവർ കഴിക്കുന്നത് മധുരം. പിന്നെ ഗൈസ്, ഞാൻ ഷെമിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കൊണ്ടുവന്ന് വെച്ചിക്കണേ. അപ്പൊ ഷെമിയായി ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം, മുന്തിരി അല്ല മോളെ, വേറെ സാധനം കൊണ്ടുപോയി വെച്ചിക്കണേ. എനിക്ക് ഈ സൗദിന്റെ ഒക്കെ ഇതില്ലേ, സൗദി അറേബ്യന്റെ ഗവൺമെന്റ് അംഗീകരിച്ച് ഇറക്കിയ ഒരു സാധനം ഉണ്ട്. അത് ഞാൻ ഒരാൾക്ക് കൊണ്ടു തന്നപ്പോ ഞാൻ എടുത്തിട്ടുണ്ട്. ഷെമി എടുക്കാൻ പോയപ്പോഴേക്കും മോളെ എനിക്കെന്തോ സൂക്കേട് വരും. ഇപ്പോഴല്ലേ ഞാൻ ഐസ്ക്രീം കഴിച്ചത്. എനിക്ക് കേക്ക് കഴിക്കാൻ അതിലുണ്ടോ? അതിൽ കേക്ക് ഉണ്ടോ? ഇവിടെ തുറക്ക് കാണട്ടെ. പിടിച്ചെടുക്ക്. കറണ്ട് ബില്ല് ആരാ അടിക്ക? എന്റെ വാപ്പേ? ഞാനോ? ഞാൻ തന്നെ. ഞാൻ അടിക്കുക? ഞാൻ അഞ്ഞി അടിക്കുന്നു എന്നോട്. ആ, കേക്ക് ഇതാക്കുന്നു ആശുവിന്. ഇത് ആശ ഇനി എന്താവും ഇങ്ങനെ മധുരം കഴിച്ചാല്? പക്ഷെ ഇങ്ങനെ മധുരം കഴിക്കരുത് ഷെമിയെ. എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാത്ത. അപ്പൊ ഞാൻ സൗദിന്റെ ഒരു സാധനം എന്ന് പറഞ്ഞല്ലോ, ഇതാരാ പൊട്ടിച്ച മീന? ഇതാരാ പൊട്ടിച്ച മീന? ഇതെങ്ങനെ കണ്ട ഇനി കാണാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇത് പൊട്ടി ചീമൽ എന്തേ തക്കോലെന്തോ ഒരു പേര് കണ്ട പൊക്കി തോന്നി ഇന്നെ കൊല്ലാൻ കൊണ്ടുവച്ചാണ്. ഇത് പൊട്ടിച്ച് ഞാൻ എടുത്ത് വെച്ചിരിക്കാം. സത്യം പറയാനത് ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ. ടേസ്റ്റ് ഒന്നുമില്ല, ഒരു അരിഷ്ടത്തിന്റെ ടേസ്റ്റ്. അതല്ല, മൂക്ക് മുറിഞ്ഞോ നോക്ക്. ഇതിന്റെ ഇരുമ്പോട്ട് അവിടെ നിക്കട, അവിടെ നോക്കിട്ടേ നമ്മള് കുടിക്കാൻ വേണ്ടി എന്ത് സാധനം ഗ്ലാസ് എടുക്കാന്. ഇത് ഒരു മാതിരി ചോയ ഷെമിയെ. അരിഷ്ടത്തിന്റെ ഇനിയൊക്കെ ചൊയച്ചിങ്ങാര് മാണ്ടായിട്ട് വെച്ചാലത്. ഇത് നല്ല ഹെൽത്തി സാധനാ. ഇത് ഡേറ്റ്സിന്റെ എന്തോ സംഭവങ്ങളൊക്കെ. ഇതില് എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഇതില്ല, ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത ഇതും വേണം എനിക്ക്. ഞാൻ പോവുക എന്നാല് ഞങ്ങൾ രണ്ടാൾ തന്നെ തിന്നോളി. എന്ത് മനുഷ്യന്മാരാണ്. നമ്മക്ക് ചായ, ചോറ്, അട, വട, ലഡു, അട. ഇപ്പൊ കിട്ടി ഷെമിയെ. അട വട, ഉച്ചക്ക് ചോറ് വട, വൈകുന്നേരം ചായ വട. കൊറോണ ടൈമിന് ഇറങ്ങിയ സംഭവം അല്ലേ അത്? ഇപ്പഴേക്ക് കിട്ടിയ സാധനം ഉള്ളിൽ കയറിയപ്പോ സംഭവം കിട്ടി. എന്തൊക്കെ ആയില്ലേ കൊറോണ ടൈം. അതൊക്കെ ഒരു
അതൊക്കെ ഒരു മിസ്സിംഗ് ഡേയ്സ് ആയി. നമുക്കൊന്നും അങ്ങനെ ബുദ്ധിമുട്ടായില്ല കേട്ടോ. ബുദ്ധിമുട്ടായാലൊക്കെ കുറേ ഉണ്ടാവും. അതെ അതെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറെ ആൾക്കാർ ബുദ്ധിമുട്ടായാലും നല്ലോണം ബുദ്ധിമുട്ടായിരിക്കണേ. ഞാനൊക്കെ ചിക്കനൊക്കെ ഇങ്ങനെ കയറ്റി കഴിഞ്ഞു പിന്നെ കിട്ടൂല. ആ പീടികളൊന്നും തുറക്കൂലല്ലോ. എന്തായാലും സാധനമൊക്കെ വാങ്ങാൻ നമ്മള് അന്നപ്പോ എന്തെന്നായാലും എനിക്കറിയൂല. അന്നപ്പോ എനിക്ക് പാലിന്റെ ഹോൾസെയിലിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്നാലും സത്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് ബിസിനസ്സൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്താണ് കൊറോണ വന്നത്. കൊറോണ വന്നു എൻ്റെ ബിസിനസ്, കാരണം ഒരു പേക്ക് പാൽമേൽ നമുക്ക് ലാഭം കിട്ടുക എത്രയാണെന്ന് അറിയാം. പക്ഷേ എൻ്റെ പഴയ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാൻ പോവാണ്. കൊറോണ ടൈം പറഞ്ഞപ്പോൾ കഷ്ടപ്പാടല്ല ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഒരു പാലിന്റെ പേക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടിയ 2 റുപ്യ ഞാൻ ലാഭം കിട്ടുക. ഓക്കെ, എന്റെ കഥ കേൾക്കാൻ വെക്ക് പോലും ഇൻട്രസ്റ്റ് ഇല്ലാണ്. എന്നാ ആ കഥകളൊക്കെ ഞാൻ പിന്നീട് പറയാം. അവർക്കാർക്ക് താല്പര്യമില്ല എന്നാ പറയുന്നത്. കഷ്ടപ്പാടെന്ന് പറയുന്നത് ഞാനപ്പം എന്തോ ചെയ്യും. ഇങ്ങോട്ട് വാങ്ങിയെടുക്കാൻ പോണേ. വേണ്ട വേണ്ട, എന്താക്കുക വല്ലാത്ത സാധനം തന്നെ കേട്ടോ. നീ ചായ എടുത്തോ ജമീന? ഇനി എന്തെടുത്തായിരിക്കും? പുല്ല് പുല്ല് വേണ്ട. വാ അശു കുട്ടികളല്ലേ, വാ. ഇനി കാറ്റിനെ വിളിക്കും, മാന്താന് പഠിച്ചോനെ. ഡാഡ ഡോഗിനെ വിളിക്കും കടിക്കാൻ. ഡാഡ പോലീസിനെ വെച്ചു അശുവിനെ പിടിക്കാൻ. ഇനി ആരാ വിളിക്കാണ്ടോ? ഡാഡ കരടിനെ വിളിക്കും. ഇവരൊക്കെ എന്നെ കൊണ്ട് പോകാൻ വേണ്ടി നിക്കുന്ന ആൾക്കാരാണ്. അനക്കൊണ്ട പാമ്പോ ഡാഡനെ കടിക്കാൻ വരുമോ? അപ്പൊ അശുക്ക് ഡാഡനെ വേണ്ട. എന്നാ വേണ്ട. മതി എന്റെ ആടെ മുഖം ഒന്ന് കേക്കട്ടെ. കൊറേ തുപ്പലായിക്കേ. മാറി പൊന്നെ. ചാടി. ഞാൻ കൊറേ എക്സ്പെക്ട് ചെയ്തിരുന്നു സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ആ ജ്യൂസിനെ കുറിച്ച്. ഞാൻ കൊറേ എക്സ്പെക്ട് ചെയ്തിരുന്നു. സാധാ പെപ്സി ഒക്കെ കുടിക്കുന്ന ആ ഒരു സുഖം മാത്രമേ ആ ജ്യൂസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബിസ് അതെന്താണ് അങ്ങനെ എനിക്കറിയത്തില്ല. അശ്വിന്റെ തുപ്പല് മേലെ കഴിക്കില്ല. അതാ കേൾക്കുന്നത്. നമ്മളൊക്കെ നാടന്മാരായി ലക്ഷ്മിയെ. ഇനി വെറുന്ന എന്നെ കണ്ട പിന്നെ ഒരു മോഡലൊക്കെ ആയി തോന്നിയായിരിക്കും. അന്നെ കണ്ട അങ്ങനെ നാടനായിട്ടേ തോന്നുള്ളൂ. എല്ലാരും പറയുന്നേ. പക്ഷെ ഞാനാണല്ല, ഞാൻ മൂടാണ്. ഓഫാക്കിനോ ഇവിടെ ചായ ഇടുന്നാല്. പിന്നെ ഇതാ പെപ്സിന്റെ കളറൊക്കെ പെപ്സിന്റെ കേട്ടോ ആ സാധനത്തിന്. ഇതല്ലേ കറക്റ്റ് പെപ്സി. സൂപ്പർ. എനിക്ക് പെപ്സി വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റില്ല. അവർക്ക് അശോകോ കടി വാങ്ങിയത് അത് പപ്സ് മിസ് യു പപ്സ്. പണ്ടേത്തെ മുട്ട പപ്സ് ആണ് ഞാൻ വാങ്ങിയത്. പിന്നെ അതാക്കണ വേറെ സാധനം വാങ്ങി. ഇത് പൊളിക്ക്, ഇത് ഭാഗേ പൊളിച്ചുള്ളൂ. വലിയ പപ്സ് വലുത് നോക്കിയാ വാങ്ങാം. മുബാസ് ഇപ്പോഴും വാങ്ങാം. അങ്ങനെ മുബാസ് ഇപ്പോഴും വലുത് നോക്കിയാ വാങ്ങാം. ആ മൈദപ്പൊടിയാണല്ലോ ഇത് ഫുള്ള്. മൈദ കൂടുതലുള്ളത് നോക്കി വാങ്ങാ. ഇതെന്താ ചൂടുണ്ടോ പപ്സിന്? മധുരാണ്. എന്താ പൊളിച്ച വെച്ചോ. 4 ഉള്ളൂ അതില്. 4 ഉള്ളൂ. അല്ല ഇനി എടുത്ത് വെച്ചോ. സത്യം പറയും മോളെ. 150 ഉറുപ്പ്യക്ക് ഞാൻ വാങ്ങി. എല്ലാം ഇത് വാങ്ങണൊക്കെ എടുത്ത് വെക്കല. കേടൊന്നു പോവും. 150 ഉറുപ്പ്യക്ക് ആയിട്ടാ 4 ഉള്ളൂ. ഇതെന്താണ് കേസ്? 4 ഉള്ളൂ. നീ ഒന്ന് തപ്പ്, മൊത്തം തപ്പ്, പോലെ ഫുള്ള് തപ്പ്. 150 ഉറുപ്പ്യക്ക് ഞാൻ വാങ്ങിയതാ. 150 ഉറുപ്പ്യക്ക് അത്രത് പിടി നോക്കട്ടെ. ടേസ്റ്റ് നോക്കട്ടെ. 150 ഉറുപ്പ്യക്ക് സാധനം നോക്കട്ടെ.
ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഉണ്ടോ? എന്താ നെറ്റ്സ് ഒക്കെ കടിക്കാനല്ലോ. ഇത് പിള്ളേരും ഇഷ്ടം. ജ്യൂസ് ഓ മധുരം മാരക. എന്തിനാലേ വാങ്ങിയ മധുരമുള്ള ചോക്ലേറ്റ് ഉണ്ട്. നക്കീട്ട് മധുരം വരുന്ന കൊണ്ട് ഇതാ പുറത്തേക്ക് പഞ്ചസാരന്റെ ഞാനത് മധുരട്ടോ തിന്നുമ്പോ എന്തൊക്കെ കച്ചാറാവിടാണ്. ക്ഷമ ഇനി പോത്തു സാരല്ല, ഞാൻ അറിയൂല. ആരെങ്കിലും പറയോ മനസ്സിനെ മൊത്തം ഞാൻ എന്തൊക്കെ സഹിച്ചവിടെ നിൽക്കണെന്ന് ആർക്കും അറിയോ? ഞാൻ ക്യാമറയിൽ ഒരു രസമാക്കാൻ വേണ്ടി പറയുന്നു. ഇതൊക്കെ രസാ. മനുഷ്യൻ പിന്നെ വിഷമായോ? എനിക്ക് വിഷമായോ? എനിക്ക് വിഷമായോ? സത്യം ഇല്ല, പറയാ പറയാൻ വിചാരിച്ചത് പറയാനല്ലേ. ഇല്ല, വിഷമായില്ല. എവിടെ വരെ എത്തും നോക്കട്ടെ. ബോഡി ഷേമിങ് ഇല്ലേ? ഒരു വിഷമം തീർക്കാൻ നടക്കും. അറിയാലോ, പുല്ലുമല്ല പുൽപ്പുല്ലാന്ന്. പറയാൻ പഠിക്കുക ഫസ്റ്റ്. വിഷമായില്ല. പിന്നെന്തിനാ ഇവിടെ ടോക്കിന്റെ ആവശ്യം? ടോക്ക് ഇങ്ങനെ ടോക്കണം, എന്നാലേ രസമുള്ളൂ. ഓ പുല്ലാന്നെല്ലാം പറയാനാ. എന്നെ ചോദിച്ചില്ലല്ലോ, നീ കുടിച്ചു കഴിഞ്ഞ ഞങ്ങൾക്ക് അറിയാലോ. ഇട്ടാരെ 3 വിട്ടും മാറി മാറി ഇങ്ങനെ ഇട്ടുക, കഴിക്കുന്നേ അല്ല. എന്നാ പിന്നെ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി. ഓവനൊന്നും ഇല്ലല്ലോ. എഗ്ഗനല്ലേ? ചിക്കനും ഉണ്ടായിരുന്നോ? നമ്മള് മുട്ട പപ്സ് എന്നാ പറഞ്ഞ. കോഴിമുട്ടന്റെ പേര് ശരി ഇംഗ്ലീഷിൽ എഗ്ഗ് എന്ന് അറിയൂല. ആണ്, അങ്ങനെ തന്നെയാണല്ലോ നമ്മള് പറഞ്ഞോ. പിന്നെ കോഴിമുട്ടാന്നൊന്ന് വേറെ പറയണോ? ഏതാ? 150 രൂപ സാധനം വാങ്ങിയ മധുരം എന്ന് പറഞ്ഞാൽ മാരക മധുരം. അത് തന്നെ അതേ പപ്സും കൂടിയോ? ഇത് മാത്രം പപ്സും അതും കൂടിയല്ലേ മാത്രം? ഈ 4 അതിനല്ലേലും ഞാൻ പോയിക്കോളെ പീടികയില് സാധനം വാങ്ങാൻ. ഞാനാവുമ്പോ പിസ്കി പിസ്കി വാങ്ങി പോരും. അതാ നല്ലത്. ഇനി എനിക്ക് ഞാൻ മാസത്തിൽ 5000 തരും. 5000-നോടൊന്നും ഇവിടെ കഴിയൂലേ. പിന്നെ അന്നൊക്കെ വെള്ളം തീറ്റി പോറ്റണ്ടേ. ഒരു 15000 തന്നാ മതി. 5 മാറ്റി വെക്കൂ. ചെലവ് കുറയ്ക്കണം. ഇനിയിപ്പോ ചെലവ് കുറച്ച ഞാൻ കണ്ട്. ഇനി ചെലവ് കുറച്ച ഞാൻ കണ്ട്. 150 4 വാങ്ങി വരിക. ഞാൻ എന്റെ കുടുംബത്തിന്റെ ഭാര്യക്കും എന്റെ കുട്ടിക്കും 150 നീറ്റ ഒന്നിട്ടാണ് ഞാൻ വാങ്ങി കൊണ്ടുവരുന്നത്. അതെന്റെ സ്നേഹം. ഭാര്യയും കുട്ടിയും തിന്നല്ലോ. അതെന്റെ സ്നേഹം. എന്താ ചളിയാക്കിയാ? ഫുൾ ചളിയാ. തിന്നട്ടോ പപ്സ് എന്തെങ്കിലും ഒന്ന് അങ്ങക്ക് വെച്ചോ. പപ്സ് തിന്നുമ്പോ മോത്തൊക്കെ വൈബ് കിട്ടു. ഇല്ല ആയില്ല. ആക്കി തരണോ? എനിക്ക് നോക്കുമ്പോ ചായ കുറച്ച് ലയിപ്പിക്കട്ടെ. വെള്ളം പറഞ്ഞു ചായ അല്ലോ കുടിച്ചോ. പിന്നെ കുറച്ച് തരാന്നൊന്നും പറയുന്നല്ലോ. എന്തിനാ ഇറ്റാല് ഭയങ്കര സ്നേഹ. തിന്നാനും കുടിക്കാൻ തന്നിട്ടുള്ള സ്നേഹം നമുക്ക് മാണ്ട ചിമ്മി. സംസാരം കൊണ്ട് എനിക്ക് എന്ത് സപ്പോർട്ടും ഞാൻ. ഒരു കഥ ഉണ്ട്, പക്ഷെ എന്റെ അടുത്ത് പറയാൻ പറ്റാത്ത കഥ. അതുകൊണ്ടാണ് ഇപ്പൊ അതിനെ കുറിച്ച് പറയാത്തത്. പറയാ കഥ പറയും. ചെമ്മിയ പറഞ്ഞിട്. പറയും എന്നാലാ കഥ എന്തായാലും ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ട് പറയാ. ഫാമിലി വ്ലോഗ് ആയതുകൊണ്ട് ഞാൻ പറയാണ്ടിരിക്കാം. അല്ലെങ്കിൽ എനിക്ക് അറിയുന്നു എന്താ ഇല്ല. അപ്പൊ ഏതായാലും ഞങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെ. ഏതായാലും ഞങ്ങൾ വണ്ടി കയറിയതാണ്. സൗദിന്റെ പെപ്സി സംഭവം ഹെൽത്തി ആണ്. പെപ്സി ഒക്കെ കുടിക്കുന്നവർക്ക് പകരമായിട്ട് സൗദി നമ്മളെ മുത്താണ്.
ചിരിച്ച് വീണോളില്ലല്ലേ ബൈക്കുമ്പോ കേറിയേ എന്റെ ഒരു അമ്മായിന്റെ മോന്റെ ഒപ്പരാട്ടോ ബജാജിന്റെ സാധനല്ലേ ജാതി വണ്ടി ഇവിടുന്ന് ഒരു മീറ്റർ ഇട്ടാട്ട് പോകാനേ എനിക്കുള്ളൂ റേഷൻ പീടിയ പോകാൻ നിൽക്കുക ഞാൻ ചെറുതായപ്പോ 8ാം ക്ലാസ്സിലെറ്റായപ്പോ പറ്റ ഞാൻ ആദ്യമായിട്ട് ബൈക്കുമ്പോ കേറുന്നു അങ്ങനെ ഓലോടൊക്കെ ചോദിച്ച് സമ്മതാക്കിച്ചാ ഞാൻ ഉമ്മൻ കൊണ്ട് ബൈക്ക് കൂടി ഓളൊന്നാൻ്റെ ഒപ്പരാട് വരെ പോകുന്നോട്ടെ ഞാനെന്താ ഒരുങ്ങിയ നമ്മൾ നാട്ടിൽ വണ്ടിമ കയറാണല്ലോ അതുവരെ ഞാൻ വലിയ ഒരുക്കൊന്നും ഒരുങ്ങില്ല പൗഡറൊക്കെ ഇട്ട് ഇവിടുന്ന് ഒരേ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മടിഞ്ഞൊക്കെ ഇട്ട് ഞാനായിട്ട് കയറി ഇരുന്നതൊക്കെ ഓർമ്മ കയ്യിലുള്ള തപ്പൊക്കെ വീണിക്കണം അന്ന് തപ്പൊക്കെ കൊണ്ടേ പോര് മണ്ണെണ്ണൊക്കെ വാങ്ങാൻ റേഷൻ പീടിയ പോയതായിരുന്നു റേഷൻ കാർഡും സഞ്ചിയും ഒക്കെ വീണൊക്കെ ഞാൻ മോഡലാക്കി തട്ടത്തിനുള്ളിൽ ഒളിപ്പിച്ച് വണ്ടിമ്മ കയറുകയാണല്ലോ മോഡലാക്കി ഇരുന്നായിരുന്നു ഒക്കെ വീണ് ഞാനിങ്ങോട്ട് മുറുക്കിയിട്ട് ഓൾക്കും എന്നെ കൊണ്ടുപോകാൻ അന്ന് വലിയ ഇഷ്ടമല്ല എന്റെ കോലൊക്കെ കണ്ടിട്ട് നാടനായിട്ട് ഞാൻ പോയി പറഞ്ഞപ്പോൾ നടക്കല്ലുള്ളൂ കുറച്ചല്ലേ ഇങ്ങനെ നടന്നോ നോക്കാം ഞാൻ അലമ്പായൊക്കെ കേറി എന്തോ പറഞ്ഞു ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കരുത് ഇനി എങ്ങനാണോ ഇരിക്കുന്നത് അങ്ങനെ ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ആദ്യം ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോലെ പിന്നെ ചെറുങ്ങനെ കാകന്മാരൊക്കെ കേറി അങ്ങനെ തങ്ങി ഇപ്പൊ വണ്ടി ഇല്ലാണ്ട് പുറത്തൊക്കെ ഇറങ്ങൂല ആ രീതിയിലൊക്കെ എത്തി അങ്ങനൊന്നുമില്ല കേട്ടോ പക്ഷെ ഇപ്പൊ നല്ല ചൂടാണ് കുറച്ച് തടിയൊക്കെ വെച്ചിട്ട് നടക്കാനല്ല അതെ അതാണ് പറഞ്ഞ വണ്ടി ഇല്ലാണ്ട് പുറത്തൊക്കെ ഇറങ്ങൂല ഷോർട്ടായിട്ട് പറഞ്ഞ ചവിട്ടൽ തൊടല്ല വണ്ടിയില്ലാണ്ട് ഇങ്ങക്ക് എന്നെങ്ങാനും നടക്കാണ്ടായിക്കിന് ഞാനോ ഞാൻ മാക്സിമം നടക്കൂ മാക്സിമം അല്ല നടക്കാൻ പറയാന്നല്ല ഞാൻ ഇപ്പൊ അടുത്ത് ഓടി എത്ര കിലോമീറ്റർ 27 കിലോമീറ്റർ 27 കിലോമീറ്റർ ആയിഷു ഇറങ്ങ ഞാൻ നിക്കാൻ പറ്റുമോ നിക്കാണ്ട് 27 കിലോമീറ്റർ 27 കിലോമീറ്ററിലെ ചെറിയ എന്താ മാറിയുള്ളൂ 17 കിലോമീറ്റർ 17 കിലോമീറ്റർ വിശ്വസിക്കൂ ക്ഷമി ഒരു 10-20 കിലോമീറ്ററിന്റെ കേസല്ലേ ഇനി ഇങ്ങനെ റോങ് അടിക്കല്ല 17 കിലോമീറ്റർ ഞാൻ ഓടിക്കാം അല്ലേ അതെ അപ്പൊ കേസ് ഏതായാലും ചായ ഒക്കെ കുടിക്കട്ടെ അതെ ഈ പറഞ്ഞ പപ്സും എനിക്ക് ആദ്യമായിട്ട് കൊണ്ടു തന്നു എന്റെ അമ്മായിന്റെ മോതന്നെ ഓന് ടൗണിലായിരുന്നു അതിനെ കൊണ്ട് ഞങ്ങൾക്കൊക്കെ പപ്സ് അന്ന് ഇറങ്ങി അങ്ങനത്തെ ഒരു കേസ് നമ്മളെ പഴയ ഒരുപാട് കഥകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം അല്ലേ നമുക്ക് പഴയ ഒരു കഥകളോട് അടുത്ത വീഡിയോയിൽ പറയാം എന്താ അറിയോ ഇന്ന ഒരു തന്നെ കാത്തുണ്ട് അതാ ഞാൻ പോണേ കാര്യത്തില് അപ്പൊ കേസ് ഏതായാലും നാളെ കാണട്ടോ എനിക്ക് കാര്യത്തിലുള്ള കാത്തുകൊണ്ട് ഞാൻ പോവാ നീ ഒന്ന് പോടാട്ട് വെച്ചു ഞാൻ ഇല്ലിക്കട്ട് വെച്ചു